ഇതാക്കിക്കാണ്. ആരാണ് അവിടെ? അപ്പം ഇന്ന് നമ്മളൊരു കല്യാണത്തിന് വന്നേക്കാണ്. ഫാമിലിയിലുള്ള തന്നെയാണ്. നമ്മളിപ്പോൾ ഓഡിറ്റോറിയത്തിലെത്തി. ബാബു അവിടെ ഒരുങ്ങിയും കൊണ്ടൊക്കെയാണ് കേട്ടോ. ബാബുവിന് സ്ഥലത്ത് എത്താൻ നേരത്തെ ഒരുക്കാണ്. അപ്പോൾ ഷാനുണ്ട്, എമ്മയും സീനും ഒക്കെ ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് പോയോ. ഗൈസ് മമ്മി ഇവിടെ ഉണ്ട്. കൊലിച്ചു കൊണ്ടൊക്കെ നീ നോക്കട്ടെ. ലുക്ക് അടിപൊളി, നല്ല രസമല്ലേ ഷാനോ? ഒക്കെ ഇഷ്ടപ്പെട്ട്. ഇല്ലാത്ത പിന്നെ ഇല്ലാത്തൊരു കളർ എന്തായാലും. ബിന്ദിനോട് പറഞ്ഞേ. ഞങ്ങൾ അങ്ങോട്ട് ഇരുന്നതും ചെക്കൻ വല്ല ഒന്നിച്ചഴിഞ്ഞു കേട്ടോ. കാരണം രാവിലെ തന്നെ ആയിരുന്നു നിക്കാഹ് ഉണ്ടായിരുന്നത്. നമ്മളിപ്പോ അടുത്ത് പോയിങ്ങാണ്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഇവിടെ നിക്കാതെ നടക്കാനുള്ള പരിപാടിയിലാണ്. ബാബു അപ്പുറത്താണ്. രാവിലെ 10 മണിക്കാണ് നിക്കാഹെന്നാണ് ഉമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഓടിക്കഴിച്ച് വന്നപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നുണ്ട് നിക്കാഹ് കഴിയാനായിട്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആകെ ഒരു ഇടിപിടിന്ന് വെച്ചുകാണ്ട് ഇറങ്ങി പോകുന്നതാണ്. അങ്ങനെയാണ് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിരുന്നു. ആദ്യമൊക്കെ കല്യാണത്തിന് വീട്ടുകാർ ഏറ്റവും ലാസ്റ്റ് ആണല്ലോ ഇരിക്കുക. ഇപ്പോഴാണെങ്കിൽ വീട്ടുകാർ കഴിച്ചതിന് ശേഷം നാട്ടുകാർ കഴിക്കലുണ്ടാവുള്ളൂ. ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞതിന് ശേഷം പെണ്ണിന്റെ എൻട്രി ചെയ്യുന്നു കേട്ടോ. ചെക്കൻ സ്റ്റേജ് തന്നെ ഉണ്ടായിരുന്നു. ബ്രൈഡിന്റെ കൂടെ കൈകൊട്ടാനും പാടാനൊക്കെ എളാമാര്, മൂത്തന്മാര്, കസിൻസ് ഞങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. കുറെ കാലത്തിന് ശേഷമാണ് നമ്മളെ ഫാമിലിയിൽ ഒരു കല്യാണം വരുന്നത്. ഇനി പെൺകുട്ടികളൊക്കെ വലുതായിട്ട് വേണം പെൺകുട്ടികളെ കല്യാണം എന്ന് പറയാനായിട്ട്. ഇനി നടക്കാനുള്ളത് മൊത്തം ആൺകുട്ടികളെ കല്യാണമാണ്. കാണിച്ചെടുക്കാറ് നമ്മളിവിടെ കുറച്ച് മമ്മീസ് ഉണ്ട്. ഇതൊരു മമ്മിയാണ്. മമ്മീന്റെ ബാഗ് ഇവിടെ. അപ്പൊ നമ്മളിന്ന് ഇവിടെ കുട്ടികളുള്ള അമ്മമാരുടെ ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇങ്ങനൊരു ബാഗ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഒരു കുട്ടിയുടെ ഉമ്മാന്റെ വാട്സപ്പ്. കുട്ടി ദൂരെ നിറക്കും, അതുകൊണ്ടാണ്. ഞങ്ങളിടയിൽ മൂത്തവരാണെങ്കിലും ഇപ്പോഴും കുട്ടികളുമായി നടക്കുന്ന രണ്ടാളാണ് കേട്ടത്. ഇതിൻ്റെ 2 അമ്മമാരെ പെണ്ണുങ്ങളാണ്. നിക്കാഹ് കഴിഞ്ഞ് ഫുഡ് അടിയും കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കൽ തന്നെയാണ് കേട്ടോ. ചെക്കൻ്റെ വീട്ടുകാരും കാത്തുങ്ങാണ്ട്. ഇതിൻ്റെ ഇടയിൽ കുറെ വിശേഷം പറച്ചിലും കഥ പറച്ചിലും ഒക്കെ ഉണ്ട്. ഏത് പള്ളിന്നോ ഇതാണ്? പായാണ് കിട്ടണല്ലേ കിട്ടുള്ളൂ. ആ പായുമ്പോ കിട്ടണാണ്ട് കിട്ടുള്ളൂ. പായാണ്. എന്താ ബിന്ദിയ ഒരു ഭയങ്കര സൗന്ദര്യം വന്നിപ്പോ? കല്യാണം കഴിഞ്ഞാണ്ടാ സൗന്ദര്യം ഒരു ഗ്ലോ അല്ല അൻഷിയെ? അൻഷിക്ക് വന്നിങ്ങളാ ഒരു ഗ്ലോ എന്താണാവോ? എന്താ പൊലിവ്. അപ്പൊ രാജ് 2 ആളും കൂടി ഹണിമൂണ് പോവാണ്. അതെ
അതിന്റെ ഗ്ലോ ആണ് ഗൈസ്. അങ്ങനെ ഒരു വിധമായി. ബാബുവോ ഇങ്ങനെ നോക്കുമ്പോ ഞാൻ രണ്ടാൾ ഷർട്ട് കളർ ഒരേപോലെ. ഞാൻ രണ്ടാളും അവിടാണ് തിമീങ്കലം കരക്കടിഞ്ഞിങ്ങനെ എന്താ പറയാ കസേ നിന്റെ മൂത്തമാന മോള്. ഇതാ അതിന്റെ പ്രൊഡക്ഷൻ. മാണ്ടാന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെക്കൻ ഡ്രസ്സൊക്കെ മാറ്റിങ്ങാണ്ട് ഫാമിലി ഒന്നാകായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓഡിറ്റോറിയത്തിനുള്ളിൽ നിൽക്കാൻ ഗ്യാപ്പില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക് ചാടിയിട്ടുണ്ടായിരുന്നു. എല്ലാരും കൂടി നിരന്നിരിക്കുന്നുണ്ട്. പുതിയങ്ങാടിയത്തെ വലിയ കാക്കാരാണ് ഇരിക്കുന്നത്. ഇത് മുതപ്പ തൊപ്പിച്ചാണ് അൻസിന്റെ ആള്. അൻസ് എപ്പോഴും തുപ്പിച്ച വേണ്ട. ഇതിന്റെ അമ്മോനെ, ഇതിന്റെ രണ്ട് മൂത്താപ്പ. ഇത് എളാപ്പ, അത് മൂത്താപ്പ. പിന്നെ സ്റ്റേജിൽ ഫോട്ടോഷൂട്ട് ചെയ്യുന്നു കേട്ടോ. ചെക്കന്റെ ഫ്രണ്ട്സ് ഒക്കെ സൈഡിൽ നിന്നുള്ള ഡാൻസും പാട്ടൊക്കെ ആയിട്ട് നല്ല എൻജോയ്മെന്റിലായിരുന്നു. നിങ്ങളുടെ നാട്ടിൽ ചെക്കന്റെ അവിടേക്ക് പോണേന് എന്താ പറയാ, ഞങ്ങൾ അവിടെ തേടി പോവാന്നാട്ടാ പറയാ. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി തേടി പോയിട്ടുണ്ടായിരുന്നു. ഫോട്ടോ വിചാരിച്ചിക്ക. അപ്പൊ ഗൈസ് നമ്മളിങ്ങനെ തേടി വന്നേക്കാണ്. എല്ലാരും എത്തിയിട്ടുണ്ട് ഓഡിറ്റോറിയം. ഉണ്ടായിരുന്നു എന്റെ മറ്റേ ഇതിൻ്റെത്. ഓക്കെ ഗൈസ്, what is this? മുട്ടായി. അങ്ങനെ ചെക്കൻ്റെ അടുത്ത് പെണ്ണിനെ ഏൽപ്പിച്ച് കണ്ട് ഞങ്ങൾ അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്.